ഹായ് നമസ്കാരം ഫാസിലാണ്. എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ളതാണ്. അവരുടെ വീട്ടിലൊക്കെ വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവ് ഇതുപോലെ നട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നല്ല രീതിയിൽ കായ്ച്ചിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ കമ്പ് ഉണങ്ങി പോകുന്നു, ചെടി നശിച്ചു പോകണം എന്നുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവ് ഒരു 3 വർഷം കൊണ്ട് തന്നെ നമുക്ക് കായ്ഫലം കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു വർഷം കൊണ്ട് തന്നെ അതിൽ നിറച്ച് കായ്കൾ കിട്ടും. പക്ഷെ ആ കായ്കളൊന്നും നിലനിർത്താൻ വേണ്ടിയിട്ട് പാടില്ല. ഒരു 2 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചക്കൊക്കെ നമുക്ക് നിലനിർത്താം. ഒരു 3 വർഷം 4 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൽ വരുന്ന ചക്കകളൊക്കെ നമ്മൾ നിലനിർത്തേണ്ടത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ ആദ്യമേ കായ്ക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളും പോഷകങ്ങളും ഒക്കെ ചെടികൾ ചക്കാണ് വലിച്ചെടുക്കുക. ചെടികൾക്ക് അതൊന്നും കിട്ടൂല. അപ്പോൾ അതിലൂടെയാണ് ഈ ചെടികൾ കരിഞ്ഞു പോകുന്നത്, ഉണങ്ങിപ്പോകുന്നത് പ്ലാവ്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവ് നമ്മൾ മണ്ണിലൊക്കെ നടുമ്പോൾ ഒരുപാട് ആഴത്തിൽ നമ്മൾ നടാൻ വേണ്ടി പാടില്ല. അങ്ങനെ നട്ട് കഴിഞ്ഞാലും വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവ് പെട്ടെന്ന് തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് അത് കമ്പ് ഉണങ്ങി പോകാൻ ചാൻസ് ആവുന്നുണ്ട്. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നടുന്ന ടൈമിൽ വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് ഒരിക്കലും വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവ് നമ്മൾ നടാൻ വേണ്ടി പാടില്ല. ഇപ്പോൾ വെള്ളക്കെട്ടുള്ള സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പോട്ടിലോ ഡ്രമ്മിലോ ഒക്കെ ആയിട്ട് നമ്മൾ നടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെ വെള്ളം കെട്ടി നിന്നാലും ഇതേപോലെ പ്ലാവ് കൊമ്പുണങ്ങി പോകാനും നശിച്ചു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ.